നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വന്യജീവി ആക്രമണം മൂലം ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് ചാലക്കുടിയിൽ അദാലത്ത് സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തനത്തിൽ വിമർശനവുമായി മുഖ്യമന്ത്രി VD സതീശൻ. സർക്കാർ ആരോഗ്യ മേഖലയെ സ്വകാര്യ മേഖലയ്ക്കൊപ്പം എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. ദേശീയപാത കുതിരാൻ തുരങ്കപാതയുടെ കവാടത്തിന് മുകളിലുണ്ടായ മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വിദഗ്ധ സംഘം സ്ഥലത്ത് സമഗ്രമായ ശാസ്ത്രീയ പരിശോധന നടത്തി. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിപ്പ് തുടരുന്നു. പവന് ഒറ്റയടിക്ക് 2320 രൂപയാണ് വർദ്ധിച്ചത്. വാർത്തകൾ വിശദമായി. വന്യജീവി ആക്രമണം മൂലം ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് ചാലക്കുടിയിൽ അദാലത്ത് സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഫോറസ്റ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ നടത്തിയ അദാലത്ത് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി, വാഴച്ചാൽ വനം ഡിവിഷനുകളിലായി 69 അപേക്ഷകർക്കുള്ള 3 ലക്ഷത്തോളം രൂപയുടെ ധനസഹായം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവുകൾ MLA വിതരണം ചെയ്തു. സെൻട്രൽ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ R ആടലരശൻ അധ്യക്ഷനായി. DFOമാരായ M വെങ്കടേശ്വരൻ, IAS സുരേഷ് ബാബു, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനിമോൾ, ചെട്ടിക്കുളം സെൻട്രൽ നഴ്സറി റേഞ്ച് ഓഫീസർ ദേവിക സംഘമിത്ര എന്നിവർ സംസാരിച്ചു. വനം ഡിവിഷൻ ജൂനിയർ സൂപ്രണ്ട് NO ഷാജു ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ടിപ്പറുകളിൽ ചരക്ക് വയ്ക്കുന്ന ലോഡ് ക്യാരേജ് മുകളിൽ നിന്ന് പൂർണ്ണമായി അടയ്ക്കാവുന്ന യന്ത്രവൽകൃത കവറിംഗ് സംവിധാനം നിർബന്ധമാക്കി. ഏപ്രിൽ 1 മുതൽ രാജ്യത്തെ എല്ലാ ടിപ്പറുകൾക്കും ഇത് നിർബന്ധമാക്കി കേന്ദ്ര ഗതാഗത മന്ത്രാലയം വിജ്ഞാപനമിറക്കി. റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ലോഡ് ക്യാരേജ് പൂർണ്ണമായി അടയ്ക്കണം. ടിപ്പറുകളിൽ നിന്നുള്ള വസ്തുക്കൾ പുറത്തേക്ക് വീണ് അപകടം ഉണ്ടാകുന്നതും പൊടി പടരുന്നതും തടയുകയാണ് ലക്ഷ്യം. യാത്രയ്ക്കിടെ ലോഡ് ക്യാരേജ് തുറന്നു കിടന്നാൽ ഡ്രൈവർക്ക് അറിയിപ്പ് നൽകുന്ന സംവിധാനം വേണം. നിർദ്ദിഷ്ട കവറിംഗ് സംവിധാനം ഇലക്ട്രോ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഹൈഡ്രോളിക് രീതിയിൽ പ്രവർത്തിക്കുന്നതായിരിക്കണം. സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തനത്തിൽ വിമർശനവുമായി മുഖ്യമന്ത്രി VD സതീശൻ. വാർത്തകൾ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അവ ബോധപൂർവം പ്രചരിപ്പിക്കുന്ന പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മാധ്യമങ്ങൾ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. കേരളത്തിലെ മാധ്യമ പ്രവർത്തനം എങ്ങോട്ട് പോകുന്നു എന്ന് ചിന്തിക്കണം. വാർത്ത തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അസത്യം പ്രചരിപ്പിക്കുകയാണ്. തെറ്റായ വാർത്ത നൽകിയാലും മാധ്യമങ്ങൾ തിരുത്താൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഉള്ളത് പരിധി വിട്ട മാധ്യമ പ്രവർത്തനമാണ്. ഇത്തരം സംസ്കാരം ഉണ്ടാകുന്നത് പുതിയ ചില ചാനലുകളുടെ വരവോടെയാണ്. പണ്ടൊക്കെ ഒരു വാർത്ത തെറ്റായി ഒരു പ്രിന്റ് മീഡിയയിൽ വന്നാൽ ഉറപ്പായി 24 മണിക്കൂറിനകം അടുത്ത പത്രം വരുമ്പോൾ പത്രാധിപർ ഒരു ഖേദം ഉൾക്കൊള്ളുമായിരുന്നു. ഇപ്പോൾ ആ വാർത്ത ഒന്ന് മാറ്റിവെക്കുന്നത് പോലുമില്ല. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും ആ വാർത്തയുടെ പുറകെ പോവുകയും കുറെ കൂടി അസത്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. ചാനലുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ വാർത്തകൾക്കുള്ള ആവശ്യം കൂടുന്നുണ്ടെങ്കിലും അതിന്റെ പേരിൽ അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് മാധ്യമ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ ആരോഗ്യ മേഖലയെ സ്വകാര്യ മേഖലയ്ക്കൊപ്പം എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ.
ആശുപത്രികളിലെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ ആരോഗ്യ വകുപ്പ് നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും സ്റ്റാഫ് പാറ്റേൺ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ സാധാരണക്കാരായ രോഗികൾക്ക് മികച്ച ചികിത്സയും സംരക്ഷണവും ഉറപ്പാക്കാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. അടിയന്തര സാഹചര്യങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എറണാകുളം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ആരോഗ്യ പരിരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രോഗികളെ നിലത്ത് കിടത്തുന്നത് ഒഴിവാക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 150 കിടക്കകൾ കൂടി സജ്ജീകരിക്കാൻ സംവിധാനമൊരുക്കി. മറ്റുള്ള ആശുപത്രികളിലും കൂടുതൽ കിടക്കകൾ സജ്ജീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. നിപ ഒരാൾക്കു പോലും പകരാതെ നോക്കിയത് ഡോക്ടർമാരുടെയും ആരോഗ്യ സംവിധാനങ്ങളുടെയും നേട്ടമാണ്. നിപ പോലെയുള്ള സാഹചര്യങ്ങളിൽ ഷോ കാണിച്ചിട്ട് കാര്യമില്ല, നേരിടാനാണ് നോക്കേണ്ടത്. വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന സർക്കാരാണിത്. പക്ഷേ വിമർശനങ്ങൾ നന്നാവാൻ വേണ്ടിയാകണം. മുടിഞ്ഞു പോകട്ടെ എന്ന് കരുതി വിമർശിക്കരുത്. മുൻകാലങ്ങളിൽ ചിലർ വികാരം കൊള്ളുകയും ഷൗട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സിസ്റ്റത്തിന് ഒരു കുഴപ്പവുമില്ല. ഇടയ്ക്ക് തകരാർ വരുന്നത് സ്വാഭാവികമാണ്. ഏറ്റുമുട്ടലുകളല്ല, ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് പ്രധാനമെന്ന് മുരളീധരൻ പറഞ്ഞു. എത്ര കാലം ഭരിച്ചു എന്നതിലല്ല, എങ്ങനെ ഭരിച്ചു എന്നതാണ് കാര്യമെന്നും മന്ത്രി പറഞ്ഞു. വാർത്തകളുടെ തിരക്കിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ കഴിയാത്തവരാണ് മാധ്യമപ്രവർത്തകരെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ക്യാൻസർ, വൃക്കരോഗങ്ങൾ ഉൾപ്പെടെയുള്ള ഗുരുതര രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകരുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. പ്രളയം, രാഷ്ട്രീയ സംഘർഷങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകർ കടുത്ത മാനസിക സമ്മർദ്ദവും നേരിടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 4 ആശുപത്രികളുമായി ആരംഭിച്ച പദ്ധതി നിലവിൽ 9 ആശുപത്രികളുടെ പങ്കാളിത്തത്തോടെ മുന്നോട്ടു പോവുകയാണ്. മാധ്യമപ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കും ചികിത്സാ സൗകര്യം ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. മാധ്യമപ്രവർത്തകരെയും സർക്കാർ ആരോഗ്യ പദ്ധതികളുടെ ഭാഗമാക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീ മാധ്യമപ്രവർത്തകർക്കായി വിജയലക്ഷ്മി ആശുപത്രിയുമായി സഹകരിച്ച് പ്രിവിലേജ് കാർഡും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരുടെ ആരോഗ്യ കാര്യത്തിൽ പ്രസ് ക്ലബ്ബ് നടത്തുന്ന ഇടപെടലുകൾ മാതൃകാപരമാണെന്നും മന്ത്രി പറഞ്ഞു. ദേശീയപാത കുതിരാൻ തുരങ്കപാതയുടെ കവാടത്തിന് മുകളിലുണ്ടായ മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വിദഗ്ധ സംഘം സ്ഥലത്ത് സമഗ്രമായ ശാസ്ത്രീയ പരിശോധന നടത്തി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സീനിയർ ജിയോളജിസ്റ്റുകളായ എ രമേശ് കുമാർ, നിശാന്ത് എസ് എന്നിവരടങ്ങുന്ന GSI സംഘം സ്ഥലത്തെത്തി പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. ഹസാർഡ് അനലിസ്റ്റ്, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് എന്നിവരും വിദഗ്ധ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. തുരങ്കമുഖത്തെയും അതിനു മുകളിലുള്ള കുന്നിൻ ചെരുവിലെയും നിലവിലെ ചരിവ് സ്ഥിരത, മണ്ണുപാറ സ്വഭാവം, ജലനിർഗമന സൗകര്യങ്ങൾ, ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അപായ സാധ്യതകൾ എന്നിവ സംഘം വിശദമായി വിലയിരുത്തി പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു. തുടർന്ന് കൂടുതൽ സമഗ്രമായ പഠനത്തിനായി തുരങ്ക നിർമ്മാണ സമയത്ത് തയ്യാറാക്കിയ ഡിസൈൻ രേഖകൾ, DPR, ഭൗമ സാങ്കേതിക പഠന റിപ്പോർട്ടുകൾ എന്നിവ നൽകാൻ ബന്ധപ്പെട്ട അധികൃതരോട് സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ രേഖകൾ കൂടി പരിശോധിച്ച ശേഷം മേഖലയിലെ അപകട സാധ്യത ഇല്ലാതാക്കാനും പ്രദേശം സുരക്ഷിതമാക്കാനുമുള്ള ശാശ്വത പരിഹാര നിർദ്ദേശങ്ങൾ GSI സർക്കാരിന് സമർപ്പിക്കും. നേരത്തെ ജിയോളജിസ്റ്റ്, ഹസാർഡ് അനലിസ്റ്റ്, മണ്ണ് സംരക്ഷണ ഓഫീസർ, ഭൂജല വനം വകുപ്പുകൾ, കേരള വന ഗവേഷണ കേന്ദ്രം, തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയവരിൽ നിന്നുള്ള വിദഗ്ധരടങ്ങിയ സംഘവും പരിശോധന നടത്തി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിപ്പ് തുടരുന്നു. പവന് ഒറ്റയടിക്ക് 2320 രൂപയാണ് വർദ്ധിച്ചത്. 1,13,760 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 290 രൂപയാണ് കൂടിയത്. 14,220 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഒരാഴ്ചയ്ക്കിടെ 8,000 രൂപയാണ് വർദ്ധിച്ചത്. അമേരിക്കൻ വിലക്കയറ്റ കണക്കുകൾ വരാനിരിക്കുകയാണ്. വിലക്കയറ്റ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബറിൽ US കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന റിപ്പോർട്ടുകളാണ് സ്വർണത്തിന് തുണയായത്. തുടർച്ചയായ ദിവസങ്ങളിലുള്ള കുതിപ്പിന് ശേഷം നിക്ഷേപകരുടെ ഭാഗത്തു നിന്നുണ്ടായ ലാഭമെടുപ്പിനെ തുടർന്ന് തിങ്കളാഴ്ച സ്വർണ്ണവില ഇടിഞ്ഞിരുന്നു. എന്നാൽ ചൊവ്വാഴ്ച സ്വർണ്ണവില തിരിച്ചു കയറുന്ന കാഴ്ചയാണ് കണ്ടത്. ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞതും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്തെ വിലയിൽ വ്യതിയാനങ്ങൾ തുടരാൻ സാധ്യതയുണ്ട്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി ചാലക്കുടി താലൂക്ക് പരിധിയിൽ വരുന്ന അടിച്ചിൽത്തൊട്ടി, വെട്ടുവിട്ടുകാട്,
എന്നീ ആദിവാസി ഊരുകളിലേക്ക് വാതിൽപ്പടിയായി റേഷൻ എത്തിച്ചു നൽകുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി ആരംഭിച്ചു. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS സതീഷ് കുമാർ ചടങ്ങിൽ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വാർഡംഗങ്ങളായ മഹേശ്വരി, ജോയ്, നാഗപ്പൻ, ജില്ലാ സപ്ലൈ ഓഫീസർ TJ ആശ, ചാലക്കുടി താലൂക്ക് സപ്ലൈ ഓഫീസർ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. കറുകുറ്റി റെയിൽവേ സ്റ്റേഷന് സമീപം പൊങ്ങം ഭാഗത്ത് റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ കഞ്ചാവ് ശേഖരിക്കാനെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. പശ്ചിമ ബംഗാൾ മൂർഷിദാബാദ് സ്വദേശി സോണ മുല്ലയാണ് അറസ്റ്റിലായത്. എറണാകുളം റൂറൽ SP-യുടെ ഡാൻസ് ഓഫ് ടീമും അങ്കമാലി പോലീസും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് പ്രതി പിടിയിലായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് റെയിൽവേ ട്രാക്കിന് സമീപത്തു നിന്നും കഞ്ചാവ് കണ്ടെടുത്തത്. കേരളത്തിലേക്ക് ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവ് കൈമാറ്റത്തിനായി ട്രാക്കിലേക്ക് ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് നിഗമനം. 2 കിലോ വീതമുള്ള 4 പാക്കറ്റുകളിലാക്കി ബാഗിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് കഞ്ചാവ്. 8 കിലോ കഞ്ചാവാണ് പോലീസ് പിടികൂടിയത്. റെയിൽവേ ട്രാക്കിന് സമീപമുള്ള ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു പ്രതിയെന്ന് പോലീസ് വ്യക്തമാക്കി. മൂക്കന്നൂർ തേലപ്പള്ളി ബേബിയുടെ ഭാര്യ മേരി നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കോട്ടാച്ചിരിയങ്കണ്ടത്ത് തുലാപ്പറമ്പൻ ദേവസി ഷാജു നിര്യാതനായി. 57 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 3:30 പോട്ട ചെറുപുഷ്പ ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വന്യജീവി ആക്രമണം മൂലം ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് ചാലക്കുടിയിൽ അദാലത്ത് സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തനത്തിൽ വിമർശനവുമായി മുഖ്യമന്ത്രി VD സതീശൻ. സർക്കാർ ആരോഗ്യ മേഖലയെ സ്വകാര്യ മേഖലയ്ക്കൊപ്പം എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. ദേശീയപാത കുതിരാൻ തുരങ്കപാതയുടെ കവാടത്തിന് മുകളിലുണ്ടായ മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വിദഗ്ധ സംഘം സ്ഥലത്ത് സമഗ്രമായ ശാസ്ത്രീയ പരിശോധന നടത്തി. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിപ്പ് തുടരുന്നു. പവന് ഒറ്റയടിക്ക് 2320 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.